ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിടാമുയർച്ച എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. ഇതുപോലെയുള്ള മൂവി എക്സ്പ്ലനേഷൻസിന് വേണ്ടിയിട്ട് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഇതിലെ നായകനായ അർജുനെയും നായികയായ കയലിനെയുമാണ്. അർജുൻ്റെയും കയലിൻ്റെയും ലവ് മാരേജ് ആയിരുന്നു. എന്നാൽ നാളുകൾ കഴിയവേ അവർക്കിടയിലെ സ്നേഹവും നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവർ ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തുകയാണ്. കയലിനാകട്ടെ വേറൊരാളുമായി അഫെയറുമുണ്ട്. ഇതറിയുന്ന അർജുൻ അവളെയും കൂട്ടി ഒരു യാത്ര പോകുന്നു. കയലിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ് അവർ പോകുന്നത്. ആ യാത്രക്കിടയിൽ അവർ ഒന്നും തന്നെ പരസ്പരം സംസാരിക്കുന്നില്ല. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത വേറൊരു കാർ കൊണ്ട് നിർത്തുകയാണ്. മൈക്കിൾ എന്ന് പറയുന്ന ഒരാളും സംഘവുമായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. അർജുനെയും കയലിനെയും കുറേ ചീത്തയൊക്കെ തന്നെ വിളിച്ചിട്ട് അവർ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം കയലാകട്ടെ ഒരു സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങാൻ കയറുന്നു. അവിടെ വെച്ച് ദീപിക രക്ഷിത് എന്ന ഒരു കപ്പിളിനെയും അവൾ പരിചയപ്പെടുന്നു. അത് എല്ലാം കഴിഞ്ഞ് പിന്നെയും കാറിൽ പോകുമ്പോൾ അർജുൻ്റെയും കയലിൻ്റെയും കാറ് കേടാവുകയാണ്. ആ സമയത്ത് ദീപികയും രക്ഷിതും ആ വഴി വരികയും കയലിന് വയറിന് സുഖമില്ലാത്തതിനാൽ അവളെ അടുത്തുള്ള കഫേയിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്നു. അവിടെ ചെന്നിട്ട് കാറ് ശരിയാക്കാൻ ഏതെങ്കിലും മെക്കാനിക്കിനെ പറഞ്ഞു വിടാമെന്നും അവർ പറയുന്നു. എന്നാൽ കുറേ സമയം കഴിഞ്ഞിട്ടും ആരെയും കാണാത്തതിനാൽ അർജുൻ ഒന്നുകൂടി നോക്കുകയാണ് കാറ് ശരിയാക്കാൻ. ആ സമയം കാർ ശരിയാവുകയും അർജുൻ കഫേയിലേക്ക് പോകുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ കയൽ അവിടെ ഇല്ല എന്ന് അവന് മനസ്സിലാകുന്നു. അവനാകട്ടെ അവളെ അന്വേഷിച്ചു പോകുകയാണ്. അങ്ങനെ രക്ഷിത്തിൻ്റെ വണ്ടി കാണുകയും കയൽ എവിടെയെന്ന് അവൻ ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ രക്ഷിത് അർജുനെ പരിചയമില്ലാത്തതുപോലെയാണ് സംസാരിക്കുന്നത്. അവൻ വണ്ടിയിൽ നോക്കുമ്പോൾ അതിലൊന്നും തന്നെ കയലില്ല. അങ്ങനെ അവന് മനസ്സിലാകുന്നു കയലിനെ അവർ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന്. അവൻ്റെ ധാരണ ശരിയായിരുന്നു. അവർ കയലിനെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു. അതുമാത്രമല്ല, മൈക്കിളും അവരുടെ ആളായിരുന്നു. ഇവരാണ് അർജുൻ്റെ കാറ് കേടാക്കിയതും. ഇവരാകട്ടെ അവനോട് പറയുന്നു, കയലിനെ ജീവനോട് വേണമെങ്കിൽ നിന്റെ ഇത്രയും നാളത്തെ സമ്പാദ്യമായ 8 കോടി രൂപ തങ്ങൾക്ക് തരണമെന്ന്. ഇവർ ഓൾറെഡി അർജുൻ്റെ ബാങ്ക് ബാലൻസ് ഒക്കെ തന്നെ അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ അവൻ ആ ക്യാഷ് കൊടുക്കാൻ തയ്യാറാകുന്നു. എന്നാൽ ആ ക്യാഷ് വാങ്ങാൻ മൈക്കിളായിരുന്നു വരുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റിന് ശേഷം അർജുനെ അവർ കെട്ടിയിട്ട് കൊണ്ട് പോകുന്നു. അവൻ അപ്പോഴൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് കയൽ എവിടെയെന്ന്. എന്നാൽ അവർ ആരും തന്നെ അത് പറയാൻ കൂട്ടാക്കിയിരുന്നില്ല. അപ്പോൾ അർജുനാകട്ടെ അവൻ്റെ കയ്യിലുള്ള കെട്ടൊക്കെ തന്നെ അഴിച്ച് അവരുമായി ഫൈറ്റൊക്കെ നടത്തുന്നു. അങ്ങനെ അവൻ രക്ഷിത്തിൻ്റെ അടുത്ത് എത്തുകയാണ്. അങ്ങനെ അവരുമായിട്ടുമുള്ള ഫൈറ്റിനൊക്കെ ശേഷം അവൻ കയലിനെ രക്ഷിച്ച് അവളുടെ പേരൻസിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. അപ്പോൾ കയലാകട്ടെ തനിക്ക് വേറൊരു അഫെയർ ഉള്ളത് അറിഞ്ഞിട്ടും തന്നെ വിട്ടുകൊടുക്കാതെ അവൻ തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത് മനസ്സിലാക്കി അവനെ വിട്ടുപോകണമെന്നുള്ള തീരുമാനം തന്നെ വേണ്ട എന്ന് വെക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും ഒന്നു ചേരുന്നിടത്ത് ഈ മൂവി അവസാനിക്കുന്നു.